ഗോപി അദ്ദേഹം നല്ലൊരു നടനാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു കേരളത്തിലെ ഒരു നടന്മാരിൽ ഒരാളാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്ങനെ അവരുടെ മനസ്സിനെ സ്വാധീനിക്കണം. അതുകൊണ്ട് അദ്ദേഹം അവിടുത്തെ പള്ളികൾ നിരന്തരം സന്ദർശിച്ചു. അവിടെ മാമുദീസയ്ക്ക് പോയി ചടങ്ങുകളിൽ പങ്കെടുത്തു. ലൂർദ് മാതാവിൻ. അല്ല സുഹൃത്തുക്കളെ, എവിടെ തൃശ്ശൂരുകാരെ നിങ്ങളുടെ സുരേഷ് ഗോപി ചേട്ടൻ? ഈ സമയത്തിൽ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനെ കാണേണ്ടത്. 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട, മലയാളികളായിട്ടുള്ള 2 കന്യാസ്ത്രീകൾ, മലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സുരേഷ് ഗോപി ചേട്ടൻ, ക്രിസ്ത്യാനികൾ അപാരമായി ഇഷ്ടപ്പെടുന്ന നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമ്മാനിച്ച, അത് സ്വർണ്ണമാണോ പാച സ്വർണ്ണമാണോ ചെമ്പാണോ എന്നൊക്കെ വലിയ സംശയമുണ്ട്. എന്നാൽ സ്വർണ്ണ കിരീടം സമ്മാനിച്ച നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ എവിടെ? മുട്ടുകുത്തിക്കൊണ്ട് നടന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ എവിടെ? നോക്കൂ, ഇപ്പൊ പള്ളിയച്ചന്മാർക്ക് കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലായി. സുരേഷ് ഗോപി അടക്കമുള്ള BJP-ക്കാര് അഭിനയമാണ്, സിനിമയിലത്തെ അഭിനയം ജീവിതത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും കൊണ്ടുവന്നതാണ് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ചെയ്തത്. അവർക്ക് വോട്ടിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം മാത്രമായിരുന്നു സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കളിച്ചു കൂട്ടിയതെന്ന് ഇപ്പോൾ ചില പള്ളിയച്ചന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്ന് കേട്ടോ, മനസ്സിലാക്കലിന്റെ ഭാഗമായിട്ടുള്ള സംഭാഷണമാണ് ഈ നടക്കുന്നത്. തലയിൽ കൊണ്ട് കിരീടം വെച്ചു. ഓശാനയ്ക്ക് അദ്ദേഹം കുരുത്തോലം പിടിച്ച് നടന്നു. എന്നിട്ട് അങ്ങനെയൊക്കെ അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്തു. അതോടൊപ്പം തന്നെ അവിടുത്തെ സഭയുടെ ഭാഗത്തുനിന്ന്, നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ പല കാര്യങ്ങളും ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, ഈ സംഭവം നടന്ന എപ്പോഴാണ്? നമ്മുടെ മണിപ്പൂരിലെ ഇഷ്യൂവിന് പിന്നാലെയാണ്. അതാണ് മണിപ്പൂരിൽ ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകൾക്കെതിരെയുള്ള അതിഭീകരമായിട്ടുള്ള, ക്രിസ്ത്യൻസിനെതിരെയുള്ള അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP-കാരൻ വളരെ ടാക്ടിക്സോട് കൂടിയിട്ട് അത് അവിടെയല്ല നടന്നത്, ഇവിടെയല്ലോ എന്ന ഒരു രാഷ്ട്രീയ ന്യായങ്ങളും പറഞ്ഞിട്ട് ഈ അരമനകളിലെല്ലാം കയറി ഇറങ്ങി അവരുടെ വോട്ട് തണ്ടാൻ ഇറങ്ങി. പക്ഷെ അരമനയിലെ ആളുകളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഒരു നാണവുമാനവും ഇല്ലാതെ സുരേഷ് ഗോപി എന്ന് പറയുന്ന BJP-കാരനെ വിശ്വസിച്ചു. BJP-കാരനായിട്ട് ഏതൊരാളെ തൊട്ട് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാലും വിശ്വസിക്കരുത് എന്നുള്ള സാമാന്യമായിട്ടുള്ള ബോധം തൃശ്ശൂരിലെ ആളുകൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. BJP-കാരനായിട്ട് BJP-യുടെ ആ ഒരു ലാബില് ഏത് മഹാനായിട്ടുള്ള നേതാവിനെ പോലും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാലും, ഇനിയിപ്പോ BJP ലെവലില് അന്തരിച്ചു പോയ മഹാനായിട്ടുള്ള നെഹ്റുജിയെ തൊട്ടു മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാലും വിശ്വസിച്ചു പോകരുതെന്നർത്ഥം. ഗാന്ധിജി അവരങ്ങ് നിൽക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ ഒരു ഉദാഹരണ നിലയ്ക്ക് പറയാണ്. പക്ഷേ അവിടുത്തെ തൃശ്ശൂരുകാരത് വിശ്വസിച്ചു, അവിടുത്തെ പള്ളിയിലച്ചന്മാരത് വിശ്വസിച്ചു, അവരുടെ ക്രിസ്ത്യാനികൾ അത് വിശ്വസിച്ചു. ഇയാളൊരു നല്ലവനായിരിക്കും, BJP-കാർ നല്ലവനാന്നൊക്കെ ചോദിക്കുക. ഈ നായിക്കാട്ടത്തിന്റെ ഏത് ഭാഗം ഏറ്റവും നല്ലതെന്ന് ചോദിക്കുന്നത് തുല്യമാണ്. എന്തായാലും ഇതാണ് അവിടെ സംഭവിച്ചത്. ഇലക്ഷൻ നടക്കുന്നതെന്ന് വിചാരിക്കണം. ഇതൊക്കെ അദ്ദേഹം ചെയ്തു. ഇപ്പോൾ ഇന്ന് ഈ ഛത്തീസ്ഗഡിലെ പ്രശ്നം നടന്നിട്ട് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്ത്, അന്യായമായി അറസ്റ്റ് ചെയ്ത്, വളരെ ഗൗരവതരമായിട്ടുള്ള വകുപ്പുകളാണ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, BNS 143, അതുപോലെ തന്നെ അവിടുത്തെ ആന്റി കൺവേർഷൻ ലോ അനുസരിച്ച് 4-ാം വകുപ്പ് അനുസരിച്ച് മതപരിവർത്തന നിയമം, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഈ പാവം സിസ്റ്റേഴ്സിനെ ജയിലിൽ അടച്ചിട്ട് ആ പ്രദേശത്തുള്ള MP കമാന്നൊരു അക്ഷരം വേണ്ടി അത് എവിടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞു. എങ്ങനെയുണ്ട്? സുരേഷ് ഗോപി ചേട്ടൻ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. ഇനിയെങ്കിലും തൃശ്ശൂരത്തെ ആളുകൾക്ക് ഒരു അല്പസ്വല്പമൊക്കെ ധാരണ, ഒരു അല്പസ്വല്പമൊക്കെ ബോധം വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും വന്നിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും ഇത്തരം നാടകങ്ങളുമായിട്ട്, സ്വർണ്ണ കിരീടങ്ങളുമായിട്ട്, മുട്ടുകുത്തലുകളുമായിട്ട്, ഓശാന പെരുന്നാളിന് കുരുത്തോലൊന്നുന്ന ഈ രീതികളുമായിട്ട് വരും. ഇത്തരം സമയത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തൂ. അതല്ലാത്ത സമയത്തൊന്നും സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ വരില്ല. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് മണിമുറ്റ താവണി പന്തൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറം വേറെ ഒന്നും സംഭവിക്കില്ല എന്നതാണ്. കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് സംഘികളാണ്. സൂക്ഷിക്കണം. ബൈ.